എസ്കെൻ, തമിഴ്നാട്ടിലെ DMK നേതൃത്വം കൊടുക്കുന്ന മുന്നണി സഖ്യം വീണ്ടും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേസമയം തന്നെ വിജയ് വളരെ വലിയ രാഷ്ട്രീയ സ്വാധീനം തമിഴ് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിലയിരുത്തലിലും തെറ്റില്ല. കാരണം തമിഴ്നാട് കഴിഞ്ഞ 50 വർഷമായി നൂറ്റാണ്ടായി ഒരു ദ്വിമുഖ രാഷ്ട്രീയമാണ്. ഒന്ന് DMK അല്ലെങ്കിൽ ADMK എന്നതായിരുന്നു. ഇപ്പോൾ വിജയെ സംബന്ധിച്ച് ഇപ്പോൾ തമിഴ്നാട്ടിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന സർവേയിൽ 37% ആളുകൾ അത് വിജയ് ആകണം എന്ന് ആഗ്രഹിക്കുന്നു. 35% ആളുകൾ മാത്രമാണ് MK സ്റ്റാലിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് തമിഴ്നാട്ടിലെ യുവതലമുറ, അതായത് ആദ്യമായി വോട്ട് ചെയ്യുന്ന ആളുകൾ, ആദ്യമായി ചെയ്യുന്ന ചെറുപ്പക്കാർ, അവരിൽ ഭൂരിപക്ഷം ആളുകൾ, അതിൽ 68% ആളുകൾ വിജയുടെ TVKക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു എന്നതാണ് പറയുന്നത്. 21-29 വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള 51% ആളുകളും വിജയ് TVK അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൽ തന്നെ 77% ആളുകൾ വിജയ് മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹം. അപ്പോൾ ഇതൊരു പുതിയ ട്രെൻഡാണ്, ഒരു പുതിയ ചേഞ്ചാണ് വിജയ് കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ സംഭവമാണ്. അപ്പോൾ ഈ രണ്ട് അതുണ്ട് MGR ജയലളിതയ്ക്ക് ശേഷം ആ സ്റ്റാർ വാലിയിൽ. പക്ഷേ ദ്രാവിഡ രാഷ്ട്രീയം പറയാതെ ഇപ്പോൾ വിജയെ സംബന്ധിച്ച് ഒരു ഇതുണ്ടായിരുന്നത് ADMKയുടെ ഒരു തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ BJP TVK ഒപ്പം നിർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു, NDAയുടെ ഭാഗമായി. അതിനൊന്നും വഴിപ്പെടാതെ വിജയ് സ്വന്തം നിലയിൽ ഒരു രാഷ്ട്രീയ പാത വെട്ടി തുറന്നിരിക്കുന്നതാണ്. വിജയ്ക്ക് കിട്ടാൻ പോകുന്ന വോട്ടുകൾ ADMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടുകളായിരിക്കും വിജയ് സമാഹരിക്കുക. അങ്ങനെ കോൺഗ്രസിന്റെ MP മണിക്കം ടാഗോർ തന്നെ ഇപ്പോൾ വിജയ് വലിയൊരു രാഷ്ട്രീയ ശക്തിയായി, സ്വാധീന ശക്തിയായി തമിഴ്നാട്ടിൽ മാറാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന ഒന്നായി വിജയുടെ തമിഴ് രാഷ്ട്രീയത്തിലെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.